മഴ തോരും മുമ്പേൽ വൈജയന്തി കടപ്പാട്ടൂരിൽ നിന്ന് പുറത്തേക്ക്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തിയോട് പറയുകയാണ്, എനിക്ക് നിൻ്റെ കൂടെ താമസിക്കാനോ നിൻ്റെ കൂടെ ജീവിക്കാനോ യാതൊരു തരത്തിലുള്ള ആഗ്രഹമോ കൊതിയോ ഒന്നും തന്നെയില്ല. അതായത് നീ എന്നെ ഇത്രയും നാൾ വിഡ്ഢിയാക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു. പറ്റിച്ച് ആ കള്ളത്തരം ഞാൻ ഒടുവിൽ കണ്ടെത്തി എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറ്റിച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല, നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ, തെറ്റിദ്ധാരണയൊന്നുമല്ല, സത്യം, ചരിത്രം, പഴയ കുറേ കഥകൾ എല്ലാം വള്ളിപുള്ളി തെറ്റാതെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നീ എൻ്റെ മുൻപിൽ കപടതയുടെയും ചതിയുടെയും മുഖം മൂടി അണിഞ്ഞിരിക്കുന്നവളാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന് നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുമ്പോൾ, ഞാൻ എന്ത് ചതി പറഞ്ഞെന്ന്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെയാണ് കരി വാരിത്തേക്കാൻ ശ്രമിക്കുന്നത് ബാലചന്ദ്ര. അത് നല്ലതിനല്ല എന്ന് പറയുന്നു. എന്തു തന്നെയായാലും വൈജയന്തി, നീ എന്നോട് ചെയ്ത ചതി അത് അല്പം കൂടിപ്പോയി എന്ന് പറയുന്നു. അതിനുള്ള ശിക്ഷ നിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതാണ് എന്ന് പറയുന്നു. ഞാൻ അത് ചെയ്യാത്തത് വേറൊന്നുകൊണ്ടുമല്ല, എൻ്റെ മക്കളുടെ അമ്മയായതുകൊണ്ട് മാത്രമാണ്. പിന്നെ അലീന പറഞ്ഞതുകൊണ്ടും. അലീന, ആ നാശം പിടിച്ചവൾ ഇവിടുന്ന് പോയിട്ടും ഒരു ചെവിതലില്ലല്ലോ ഈ വീട്ടിൽ എന്ന് പറയുമ്പോൾ, അവൾ നാശം പിടിച്ചവളൊന്നുമല്ല. അത് നിനക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാകും വൈജയ്. നീ ചെയ്യുന്ന നിൻ്റെ അഹങ്കാരം, നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിൻ്റെ മുഖം മൂടി, നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിൻ്റെ പഴയകാല സത്യങ്ങൾ ഒക്കെ തുറന്നു പറയാൻ നിനക്കിനിയും അവസരമുണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ തുറന്നു പറയാം, അല്ലെങ്കിൽ നീ ഇതിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്തം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഞാനൊന്നും ബാലചന്ദ്രനിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. ഇനി പറയും, ബാലചന്ദ്രൻ എവിടെയായിരുന്നു എന്ന്. അപ്പോഴാണെങ്കിൽ എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ വരും, വന്നില്ല എന്നിരിക്കും. അതൊക്കെ നിന്നെ ബോധിപ്പിക്കണമെന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ആ അവകാശം എനിക്കുണ്ട് എന്ന് വൈജ പറയുമ്പോൾ, ഭാര്യ കുറച്ച് നാൾ എവിടെയായിരുന്നു? തന്നോട് ചോദിക്കാതെ എന്തിനാണ് പോയത്? ഇപ്പോൾ എന്തിൻ്റെ പേരിലാണ് വന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും വൈജയന്തിക്കാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഉത്തരവുമില്ല. വൈജയന്തി ഇങ്ങനെ വെൾത്തുപ്പലം പോലും ഇറക്കാതെ നിൽക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നിൻ്റെ പ്രവൃത്തി അതൊക്കെ എനിക്കറിയാം വൈജയ്. നീ എന്തിനാണ് ഇപ്പം വന്നതെന്നും എനിക്കറിയാം. നിൻ്റെ നഷ്ടപ്പെട്ട പോയ അധികാരം തിരികെ എടുക്കാമെന്ന് കരുതിയാണ് നീ വന്നതെങ്കിൽ, നിനക്കിനി അധികാരം ഈ വീട്ടിൽ ഒരിക്കലും ലഭിക്കാനായിട്ട് പോകുന്നില്ല. അടങ്ങിയൊതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ ഈ വീട്ടിൽ നിലകൊള്ളാം. അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താവുന്നതാണ് എന്ന് പറയുന്നു ബാലചന്ദ്രൻ. തുടർന്ന്, എന്നെ ഇനിമേലിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരമോ അവകാശമോ എൻ്റെ മക്കൾക്കും അലീനയ്ക്കുമല്ലാതെ നിനക്ക് ഇല്ല എന്ന് പറയുന്നു. നീ എന്നോട് ഒരു കാര്യം പോലും മിണ്ടേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല എന്ന് കൂടി ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു വയ്ക്കുമ്പോൾ, വൈജയന്തി ബാലചന്ദ്രൻ അകൽച്ച നല്ല രീതിയിൽ തന്നെ കൂടുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വൈജയന്തിക്ക് കാരണം എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇവിടെ കൃഷ്ണമോളും അച്ഛൻ്റെ അവസ്ഥ മോശമാവാതിരിക്കാൻ പറയുന്നുണ്ട്, ഞങ്ങളാരും ക്ഷണിക്കാതെ എന്തിനമ്മ തിരികെ വന്നു? ഞങ്ങളാരെങ്കിലും പറഞ്ഞോ അമ്മോട് തിരികെ വരാനായിട്ട്? ഞങ്ങൾ ഉപേക്ഷിച്ച് പോയത് എന്തിനായിരുന്നു എന്നൊക്കെ പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും വൈജയന്തിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്
കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.